നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് ദൈവവും സ്വർഗവും ഒക്കെ പടിയിറങ്ങിപ്പോയിട്ടില്ലേ എന്ന് നമുക്കൊന്ന് ആലോചിക്കാം. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെയൊക്കെ സംസാരങ്ങളിൽ നിന്ന്, നമ്മുടെയൊക്കെ ചിന്തകളിൽ നിന്ന്, നമ്മുടെയൊക്കെ പരസ്പരമുള്ള ആലോചനകളിൽ നിന്ന് സ്വർഗവും ദൈവവും പടിയിറങ്ങിപ്പോയപ്പോഴാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ യഥാർത്ഥ വിശ്വാസം നശിച്ചത്. ആ കുറവാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിലേക്ക് പകർന്നു വന്നത്. ഇപ്പം നമുക്കറിയാം, നമുക്ക് ഇവിടെയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇപ്പോൾ എല്ലാ വീട്ടിലും ഒക്കെ ഇപ്പം 2-3 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ കുട്ടികൾ ആർക്കെങ്കിലുമൊക്കെ, ഇപ്പം ഞാനിപ്പോൾ ഇവരോട് കൈവെക്കാൻ പറഞ്ഞാൽ എത്ര പേര് കൈവെക്കുമെന്ന് അറിയത്തില്ല. ഇപ്പം അച്ഛനാകാൻ താല്പര്യമുള്ള കുട്ടികൾ, സിസ്റ്ററാകാൻ താല്പര്യം, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് എല്ലാവരും കൈവെക്കുമായിരുന്നു. ആവേശമുണ്ടോ എന്നതാണ് ചോദ്യം. ആവേശമില്ല എങ്കിൽ അതിന് കാരണം എന്താണെന്ന് മാർപ്പാപ്പ പറയുന്നത് എന്താണ്? വിശ്വസിക്കുന്നതിൽ നമുക്ക് സന്തോഷമില്ല. വിശ്വസിക്കുന്നതിൽ സന്തോഷമുള്ളപ്പോഴാണ് വിശ്വാസം കൈമാറുന്നതിൽ ആവേശമുള്ളത്. അപ്പം നമ്മുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയോ? നമ്മൾ വിശ്വസിക്കുന്നതിനെ കുറിച്ച്, നമ്മൾ ആരാധിക്കുന്നതിനെ കുറിച്ച്, നമ്മൾ ദൈവാലയത്തിലെത്തി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഏതെങ്കിലുമൊക്കെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആളുകളുടെ ഒരു ഫോട്ടോ അവരെ ശ്രദ്ധിക്കാതെ ഏതെങ്കിലും സമയത്തിലെടുക്കുക. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയ്ക്കിടയിൽ ഈ പ്രസംഗം കേൾക്കുകയോ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയോ ചെയ്യുന്ന ആളുകളുടെ ഫോട്ടോയും അവർ ശ്രദ്ധിക്കാത്ത സമയത്തെടുക്കുക. ഈ 2 ഫോട്ടോ നോക്കി എങ്ങനെ ഇരിക്കും? സിനിമ കാണുന്ന ആളുകളുടെ മുഖമെല്ലാം ഇങ്ങനെ ഇരിക്കത്തില്ല, ഇല്ലേ? പക്ഷേ പള്ളിയിലിരിക്കുന്നവരുടെ മുഖം ഇങ്ങനെ ഒരുമാതിരി ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കുന്നു നമ്മൾ കേട്ട്. അങ്ങനെ എന്തുകൊണ്ടാണ്? നമുക്ക് വിശ്വസിക്കുന്നതിൻ്റെ സന്തോഷമില്ലാതായി പോകുമ്പോഴാണ് ഇതിലുള്ള താല്പര്യങ്ങൾ കുറയുന്നത്. അതായത് പരമാവധി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് നമുക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളായിട്ട്, ഒന്നുകിൽ വൈകുന്നേരം എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ കുടുംബ പ്രാർത്ഥന, രാവിലെ എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ കുർബാന, അങ്ങനെയല്ലേ? നമ്മൾ കൂടുതൽ തിരക്കുള്ളപ്പോൾ വേണ്ടെന്ന് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളായി നമ്മുടെ കുടുംബ പ്രാർത്ഥനയും പരിശുദ്ധ കുർബാനയും ഒക്കെ മാറുന്നത്. സമൂഹത്തിൻ്റെ മനുഷ്യത്വവൽക്കരണം ക്രൈസ്തവ കുടുംബങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഈ സമൂഹത്തിൽ മാനുഷിക മൂല്യങ്ങൾ കുറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണം അന്വേഷിക്കേണ്ടത് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നമ്മുടെയൊക്കെ വീടുകളിലാണ് എന്ന് നമ്മളെ ഇങ്ങനെയുള്ള പ്രധാന ആഘോഷ ദിവസങ്ങൾ ഓർമ്മിപ്പിക്കണം. കാരണം ഇതാണ്, നമുക്ക് എന്താണ് നമ്മുടെ കുടുംബങ്ങളിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നൊന്ന് ആത്മശോധന ചെയ്യാനുള്ള ദിവസമായി ഈ ദിവസങ്ങളെ നമുക്ക് മാറ്റാം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് ദൈവവും സ്വർഗവും ഒക്കെ പടിയിറങ്ങിപ്പോയിട്ടില്ലേ എന്ന് നമുക്കൊന്ന് ആലോചിക്കാം. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെയൊക്കെ സംസാരങ്ങളിൽ നിന്ന്, നമ്മുടെയൊക്കെ ചിന്തകളിൽ നിന്ന്, നമ്മുടെയൊക്കെ പരസ്പരമുള്ള ആലോചനകളിൽ നിന്ന് സ്വർഗവും ദൈവവും പടിയിറങ്ങിപ്പോയപ്പോഴാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ യഥാർത്ഥ വിശ്വാസം നശിച്ചത്. ആ കുറവാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിലേക്ക് പകർന്നു വന്നത്. ഇപ്പം നമുക്കറിയാം, നമുക്ക് ഇവിടെയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇപ്പോൾ എല്ലാ വീട്ടിലും ഒക്കെ ഇപ്പം 2-3 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ കുട്ടികൾ ആർക്കെങ്കിലുമൊക്കെ, ഇപ്പം ഞാനിപ്പോൾ ഇവരോട് കൈവെക്കാൻ പറഞ്ഞാൽ എത്ര പേര് കൈവെക്കുമെന്ന് അറിയത്തില്ല. ഇപ്പം അച്ഛനാകാൻ താല്പര്യമുള്ള കുട്ടികൾ, സിസ്റ്ററാകാൻ താല്പര്യം, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് എല്ലാവരും കൈവെക്കുമായിരുന്നു. പക്ഷേ എല്ലാവരും ഒന്നും അച്ഛനും സിസ്റ്ററും ആകാൻ പോവുകയില്ല. പക്ഷെ എല്ലാവരും കൈവെക്കുമായിരുന്നു. അച്ഛനാകാനും സിസ്റ്ററാകാനും ഒക്കെ താല്പര്യമുള്ള ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ. പക്ഷെ ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങൾ, അധികം ആളുകളൊന്നും അതിനോട് വലിയ താല്പര്യം പ്രകടിപ്പിക്കാറില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇതാണ്, കർത്താവ് ദൈവത്തിൻ്റെ വിളികളിൽ ഒരിക്കലും വ്യത്യാസം ഉണ്ടാവില്ല. ഇപ്പം 1900 മുതൽ 2000 വരെയുള്ള വർഷങ്ങളിൽ ഇത്രയും പേരെ അച്ഛനും സിസ്റ്ററുമാക്കി. എന്നാൽ കുറച്ച് പേരൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് 2001 മുതൽ അതിൻ്റെ എണ്ണം കുറച്ചേക്കാം എന്ന് കർത്താവ് വിചാരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എന്നാൽ പിന്നെ ഇത്രയും പേരൊക്കെ ആയതുകൊണ്ട് ഇനി മുതൽ പാണ്ടിയിൽ നിന്ന് അടുത്ത ഒരു 100 വർഷത്തേക്ക് ആരും വേണ്ട എന്ന് ദൈവം തീരുമാനിക്കുമെന്ന് നാം കരുതുന്നില്ല. പക്ഷേ നമ്മുടെയൊക്കെ വീടുകളിൽ, നമ്മുടെ സംസാരങ്ങളിൽ നിന്ന് സ്വർഗത്തെക്കുറിച്ചുള്ള സംസാരം, ദൈവത്തെക്കുറിച്ചുള്ള സംസാരമൊക്കെ ഇല്ലാതായി പോയപ്പോൾ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളിൽ ഇങ്ങനെയുള്ള ചിന്തകൾ ഇല്ലാതാവുകയും വെറും ലൗകികമായി ചിന്തിക്കുന്ന തലത്തിലേക്ക് കുഞ്ഞുങ്ങൾ മാറുകയും ചെയ്യുന്നുണ്ടോ എന്ന് മാതാപിതാക്കൾ ഒന്ന് ചിന്തിക്കേണ്ട സമയമാണ്. ഇവരോടൊക്കെ ചെറുപ്പം മുതൽ, ഈ കുഞ്ഞു പ്രായം മുതലേ എങ്ങാനും അറിയാതെ സിസ്റ്ററാകാനോ അച്ഛനാകാനോ ഉള്ള ആഗ്രഹം ഇവരുടെ മനസ്സിലുണ്ടായാലോ എന്നുള്ളൊരു ഭയപ്പാട് നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെ മനസ്സിലുള്ളതുപോലെ ചിലപ്പോൾ തോന്നും. ഇനി അങ്ങനെ എങ്ങാനും പറഞ്ഞാൽ അപ്പം തന്നെ വാങ്ങ് പൊത്തിപ്പിടിക്കും. അയ്യോ അങ്ങനെയൊന്നും പറയല്ല, എന്തോ വലിയ, ഞങ്ങളെ ഒന്ന് ഇട്ടേച്ച് പോകല്ലേ, നീ വലുതായിട്ട് വേണം ഞങ്ങൾക്ക് ഇങ്ങനെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരാനെന്നൊക്കെ പറഞ്ഞ് അവരുടെ സ്വാതന്ത്ര്യം നശിപ്പിച്ച് കളയുന്നത് പോലെ ചെറു പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളുടെ സ്വാതന്ത്ര്യം
നഷ്ടപ്പെട്ട് കളയുന്നു. കർത്താവിനെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം കുഞ്ഞുങ്ങൾക്ക് കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊന്നും ചിന്തിച്ചു പോകാതെ സംരക്ഷിച്ച് മാതാപിതാക്കൾ മക്കളെ വളർത്തുന്നത് പോലെ. പക്ഷെ യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ ചിന്തകൾ, സ്വർഗത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുമുള്ള ചിന്തകൾ കുടുംബത്തിൽ ഇല്ലാതായി മാറുന്നതാണ് ഇത്തരത്തിലുള്ള അപഭ്രംശങ്ങൾ സമൂഹത്തിൽ. എന്തുകൊണ്ടാണ് മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വളരെ സ്നേഹത്തോടെ വളർത്തിയ കുഞ്ഞാണ്, ഒരു മോശവും ചെയ്യാതെ ഞാൻ വളർത്തിക്കൊണ്ടുവന്ന കുഞ്ഞാണ്, പക്ഷേ പുറത്തു പോയി, ബാംഗ്ലൂർ ചെന്നു, അല്ലെങ്കിൽ അവിടെ പോയി, ഇവിടെ പോയപ്പം കൈവിട്ടു പോയി എന്ന് അങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാരണം അന്വേഷിച്ച് മാതാപിതാക്കൾ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിന് ഒറ്റയൊരു കാരണമേ ഉള്ളൂ: ഈ ലോകത്തിലെല്ലാം അവസാനിക്കുന്നു എന്ന ചിന്ത നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കൊടുക്കുന്നു എന്നതാണ് അതിന് കാരണം. നമ്മൾ ദൈവാലയത്തിൽ എത്തുന്നുണ്ട്, തിരുനാളുകൾ ആഘോഷിക്കുന്നുണ്ട്, ഫാത്തിമ മാതാവിൻ്റെ പേരിലാണ് നമ്മുടെ പള്ളി എന്ന് പറയുന്നുണ്ട്. ഈ മാതാവ് എന്ന് പറയുന്ന ആളെയും ഈ ഭൂമിക്കുള്ളിലാക്കാനും ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിലൂടെ നമ്മൾ ശ്രമിക്കാറുണ്ട്. എനിക്ക് ഇവിടെ ഇന്നത് വേണം, നാളെ രാവിലെ ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നുണ്ട്, അത് നന്നായിട്ടൊക്കെ ചെയ്തു തരണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മാതാവിനെയും കൂടി ഒതുക്കി നിർത്താൻ. ഇതിനപ്പുറത്തേക്ക് പോകണ്ട, ഈ ഭൂമിക്കപ്പുറത്തേക്ക് ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും പ്രാർത്ഥിക്കാനോ ഒന്നും നമ്മൾ ശ്രമിക്കാറില്ല എന്നുള്ളതും മറ്റൊരു കാര്യം. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുകയായിരുന്നു. അതായത് എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ വഴിതെറ്റലുകൾ ഉണ്ടാകുന്നത്, തകർച്ചകൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാർത്തകൾക്കിടയിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പേരുകൾ വരുന്നത്? ഇതിൻ്റെയൊക്കെ ഒറ്റയൊരു കാരണമേ ഉള്ളൂ: എല്ലാം ഈ ഭൂമിയിൽ തന്നെയാണ് എന്നൊരു ചിന്ത നമ്മൾ കുടുംബങ്ങളിൽ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം കുറേ നാളുകൾക്ക് മുമ്പ് വന്ന ഒരു സിനിമാ ഗാനം, ഒരു പക്ഷേ ഇവരൊക്കെ പലപ്പോഴും പാടുകൾ കേട്ട്, പറുദീസ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ടല്ലോ അല്ലേ? പറുദീസ എന്ന് പറഞ്ഞല്ലേ, പാടാനുള്ളവരൊക്കെ പാടട്ടെ, ഡാൻസ് കളിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഡാൻസ് കളിക്കട്ടെ. കാരണം എന്നാ? പാടുന്നവർ പാടട്ടെ, ആടുന്നവർ ആടട്ടെ. കാരണം പറുദീസ എവിടെയാന്നാ? ഇവിടെ. അതായത് ഇവിടെയാണ് പറുദീസ. അതായത് ഇവിടെ കഴിഞ്ഞിട്ട് മരിച്ചു കഴിഞ്ഞ് പോകുന്ന പറുദീസായെക്കുറിച്ചോ, മരിച്ചു കഴിഞ്ഞ് ചെല്ലാനുള്ള സ്വർഗത്തെക്കുറിച്ചോ, അവിടെ നമുക്ക് നിത്യജീവൻ നൽകാനിരിക്കുന്ന ദൈവത്തെക്കുറിച്ചോ ഒന്നും സംസാരിക്കാൻ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. മറിച്ച് പറുദീസ ഇവിടെയാണ്, ഈ ഭൂമിയിൽ തന്നെയാണ് പറുദീസ. അതുകൊണ്ട് ഇവിടെ സന്തോഷിക്കാവുന്നതിൻ്റെ പരമാവധി സന്തോഷിക്കുക, പാടാവുന്നതിൻ്റെ പരമാവധി പാടുക, ആടാവുന്നതിൻ്റെ പരമാവധി പാടുക, സമ്പാദിക്കാവുന്നതിൻ്റെ പരമാവധി സമ്പാദിക്കുക, എല്ലാം ആസ്വദിക്കാവുന്നതിൻ്റെ പരമാവധി ആസ്വദിക്കുക എന്ന ചിന്ത നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവുകയും പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകരുകയും ചെയ്യുന്നത് കൊണ്ടാണ് ദൈവവിളികൾ കുറയുന്നത്. അതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഈ സ്വർഗത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ഒന്നും യാതൊരു ചിന്തയും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാത്തത് കൊണ്ടാണ് അച്ഛനാകുന്നോ സിസ്റ്ററാകുന്നോ ഒക്കെ ചോദിക്കുമ്പോൾ അവർ ഭയപ്പെടുന്നത്. ഇതെന്തോ ഇതുകൊണ്ടെല്ലാം അവസാനിക്കുകയാണ്, ഇവിടെ പരമാവധി സന്തോഷമൊക്കെ സ്വീകരിച്ചു പോകുന്ന രീതിയിലേക്ക് പോവുക എന്ന് ചിന്തിക്കും. പക്ഷേ ഇതിവിടം കൊണ്ട് അവസാനിക്കുന്നില്ല, അത് സമൂഹത്തിലേക്കും പകരുകയാണ്. ഈ സമൂഹത്തിൽ നമ്മൾ കൊടുക്കേണ്ട ഒരു ചൈതന്യമുണ്ട്. ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഈ മാനുഷിക മൂല്യങ്ങൾ ഈ ലോകത്തിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഉത്തരവാദിത്തമുള്ളവരാണ്. സ്നേഹം എന്താണെന്ന് ആദിമ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വായിക്കുന്നു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ലേഖന അത് തന്നെയായിരുന്നു അപ്പസ്തോല പ്രവർത്തനം. അവർ വിശ്വാസികളുടെ സമൂഹത്തിന് ഒന്നിനും കുറവുണ്ടായിരുന്നില്ല എന്നാണ്. അത് വിശ്വാസികളുടെ സമൂഹമായിരുന്നത് കൊണ്ടാണ് അവർക്കൊന്നിനും കുറവുണ്ടാകാതിരുന്നതെന്ന് അപ്പസ്തോല പ്രവർത്തനം പറയുന്നു. ഇവർക്ക് എങ്ങനെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നു എന്നാണ് മറ്റുള്ള ആളുകൾ ആദിമ ക്രൈസ്തവരെ കുറിച്ച് ചോദിക്കും. എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് ഇവർക്ക് നന്മയിൽ ജീവിക്കാൻ പറ്റുന്നത്? നമ്മളെ കാണുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് ചോദിക്കാൻ കഴിയേണ്ട ചോദ്യം അതാണ്. നമ്മുടെ സമൂഹത്തിലെ ആളുകൾക്ക് ഇവർക്ക് എങ്ങനെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നു? ഇത്ര നിസ്വാർത്ഥമായി സ്നേഹിക്കാൻ എങ്ങനെ ഈ സമൂഹത്തിന് കഴിയുന്നു? അത് കാണുമ്പോൾ ആ പ്രചോദനത്തിൽ നിന്ന് എല്ലാവരും സ്നേഹിക്കാനും മാനുഷികമായ മൂല്യങ്ങൾ ഈ സമൂഹത്തിൽ വളരാനും ഉള്ള ഉത്തരവാദിത്തം ക്രൈസ്തവ കുടുംബങ്ങൾക്കുണ്ട് എന്ന് പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുകയാണ്. അതുകൊണ്ട് ഈ തിരുനാളിൽ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം അത് തന്നെയാണ്. നമ്മൾ വിശുദ്ധരുടെ തിരുനാളുകളൊക്കെ ആഘോഷിക്കും, വലിയ പ്രദക്ഷിണങ്ങളൊക്കെ നടത്തും, തിരുസ്വരൂപം എടുത്തുകൊണ്ട് ഈ നാട്ടിൽ കൂടെയൊക്കെ പോകും. പക്ഷേ ആ വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ നമുക്ക് തരുന്ന ഒരു ചൈതന്യമുണ്ട്. ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല എന്ന ചൈതന്യമാണ് അവർ നമുക്ക് തരുന്നത്. ഈ ഭൂമി കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഈ ഭൂമി കൊണ്ട് എന്താ അവസാനിക്കുകയായിരുന്നെങ്കിൽ അവരുടെ ഒന്നും ജീവിതത്തിന് ഒരർത്ഥവും ഉണ്ടാകുമായിരുന്നില്ല. പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജീവിതത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തർത്ഥമാണ് ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഉണ്ടാകാമായിരുന്നത്? വേദനകളുടെ പാരമ്യത്തിലൂടെ ജീവിതത്തിന്റെ ആദ്യ അവസാനം അപമാനം ഉണ്ടാകാവുന്ന അവസരങ്ങൾ വേദനയുടെ പാരമ്യത്തിലൂടെ കടന്നുപോയി മരിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ആളാണ്. പക്ഷേ ആ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് ഈ ലോക ജീവിതത്തിനപ്പുറത്ത് സ്വർഗവും ദൈവവും ഉണ്ടെന്ന്
ദൈവത്തിന്റെ പക്കൽ സ്വർഗാരോപിതയായ മാതാവ് ഇന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നിടത്താണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന് അർത്ഥമുള്ളത്. അല്ലാതെ നമുക്ക് പനി വരുമ്പം പനി മാറ്റാനും അത് നമുക്ക് ആശുപത്രി പോയാൽ മതിയല്ലോ, അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് വാങ്ങിച്ചു തരാനും, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്ന സമയങ്ങളിൽ അത് മാറ്റാനുമൊക്കെയുള്ള ഒരു ആളായിട്ട് മാത്രം നമ്മൾ വിശുദ്ധരെ കാണരുത്. മറിച്ച് ഈ ലോകത്തിനപ്പുറത്തേക്ക് സ്വർഗരാജ്യ പ്രവേശനത്തിന് നമ്മളെ സഹായിക്കുന്ന, നമ്മുടെ യാത്രയിൽ നമുക്ക് സഹായം നൽകുന്ന ആളായി നമ്മുടെ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യാമറിയത്തെ കാണുമ്പോഴാണ് നമ്മുടെ തിരുനാളിന് യഥാർത്ഥത്തിൽ അർത്ഥമുണ്ടാകുന്നത്. അപ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ മനസ്സുകളിൽ അങ്ങനെയുള്ള ചിന്തയുണ്ടാകുന്നത്. ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. നമ്മുടെ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ, ഈ അപകടങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ തകർന്നു പോകുന്നത്? ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഉടനെ പോയി ആത്മഹത്യ ചെയ്യണമെന്നൊരു തോന്നലുണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങൾ തകരുമ്പോൾ അതോടെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നലുണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് എല്ലാം അവസാനിക്കുന്നു എന്ന് തോന്നുന്നതുകൊണ്ടാണ്. ഈ ലോകം കൊണ്ട് എല്ലാം അവസാനിക്കുന്നു എന്ന് തോന്നുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള അബദ്ധ ചിന്തകൾ മനസ്സിലുണ്ടാകുന്നത്. പക്ഷെ ഇവിടമല്ല പറുദീസ. കുഞ്ഞുങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു ചിന്തയാണ്, ഇവിടമല്ല പറുദീസ. നമുക്ക് വേണ്ടി കർത്താവ് കാത്തുവച്ചിരിക്കുന്ന സ്വർഗരാജ്യമുണ്ടെന്ന്, ദൈവമുണ്ടെന്ന്, ഒരിക്കലും അവസാനിക്കാത്ത സമൃദ്ധിയും സന്തോഷവും നൽകുന്ന ഇടമുണ്ടെന്നുള്ള ചിന്ത നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ സംസാരിച്ചു തുടങ്ങണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ പരസ്പരമുള്ള സംഭാഷണങ്ങളിൽ ഈ ലോകം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ലെന്ന്, ഇതിനപ്പുറത്തേക്ക് വലിയ പ്രതീക്ഷ ഈ വർഷം നമ്മൾ പ്രത്യാശയുടെ വർഷമായിട്ട് സ്വീകരിക്കുന്ന ഒരു വർഷമാണല്ലോ. പ്രത്യാശ എന്താണ് ശരിക്കും പ്രത്യാശ? വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ചുള്ള പ്രത്യാശയാണത്. അവിടെയാണ് സമൂഹത്തിൻ്റെ മനുഷ്യത്വവൽക്കരണം സംഭവിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നന്മകൾ കണ്ട് സമൂഹത്തിലെയും നന്മ വളരുന്നിടത്താണ് സമൂഹത്തിൻ്റെ മനുഷ്യത്വവൽക്കരണം സംഭവിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, സഭയെ പടുത്തുയർത്തുക. നമ്മൾ സഭയെ പടുത്തുയർത്തുക എന്ന് പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. എന്താണ് യഥാർത്ഥത്തിൽ സഭ? സഭയെക്കുറിച്ച് എന്തറിയാം? നമ്മളെല്ലാം സഭയുടെ ഭാഗമാണല്ലോ. ഇടവക സഭയുടെ ചെറിയ പതിപ്പാണെന്ന് പറയുന്നു. കുടുംബങ്ങൾ ഗാർഹിക സഭയാണെന്ന് പറയുന്നു, അല്ലേ? ഗാർഹിക സഭയാണ് കുടുംബങ്ങൾ. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സഭ? സഭ എന്ന് പറയുന്നത് നമ്മളിപ്പം ഇവിടെ ഒരു പള്ളി, അതിനപ്പുറത്തൊരു വൈദിക മന്ദിരം, അവിടെ അച്ഛന് താമസിക്കാൻ വേണ്ടി ഒരു കെട്ടിടമുണ്ട്, അല്ലെങ്കിൽ ചില ഇടവകളിലൊക്കെ പോയി അവിടെ ഒരു സ്കൂളും കൂടെ കാണുമായിരിക്കും. അപ്പം യഥാർത്ഥത്തിൽ എന്താണ് സഭ എന്ന് നമുക്കറിയാവോ? സഭയെ പടുത്തുയർത്തുക എന്ന് പറയുമ്പോൾ എന്ത് പടുത്തുയർത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നതിൻ്റെ ഒരു വ്യക്തത നമുക്കുണ്ടാവേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുകയാണ്. നയമായി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ടോ എന്നൊരു ചിന്ത ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, സമുദായങ്ങളും അവരുടെ കെട്ടുറപ്പിന് വേണ്ടിയൊക്കെ ശ്രമിക്കണം. എല്ലാ സമുദായങ്ങൾക്കും നേതാക്കന്മാരുണ്ട്. കാരണം നമ്മൾ ഈ ലോകത്തിലും ജീവിക്കേണ്ട ആളുകളാണ്, ഇവിടെയുള്ള ആവശ്യങ്ങളും നിറവേറ്റേണ്ടവരാണ്. പക്ഷേ സഭ വെറും സമുദായമല്ല എന്ന്, ക്രൈസ്തവ സമുദായമല്ല, അത് മാത്രമല്ല ക്രൈസ്തവ സഭയെന്ന്. സഭ കർത്താവിൻ്റെ മൗതിക ശരീരമാണെന്ന്, അത് കൂദാശകളിലൂടെ നമുക്ക് ദൈവിക ജീവൻ പ്രദാനം ചെയ്യുന്ന, നിരന്തരം കൂദാശകൾ സ്വീകരിക്കുന്ന ദൈവജനത്തിലൂടെ വളരുന്നതാണ് സഭയെന്ന തിരിച്ചറിവ് കൂടി പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, സഭയെന്നത് വെറും സമുദായം മാത്രമല്ല. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒരുമിച്ച് കൂടുന്നവർ, ചില സ്ഥലങ്ങളിലൊക്കെ ഈ കൈക്കാരന്മാരെയൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയങ്ങളിലൊക്കെ അങ്ങനെ നമുക്ക് തോന്നാറുണ്ട്, ഇത് വെറും ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ? അതായത് കുറച്ച് ആളുകളുടെ വോട്ടൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വരുന്നു, ഇപ്പോൾ കൂടുതൽ വോട്ട് കിട്ടുന്നയാൾ കൈക്കാരനാകുന്നു. പക്ഷേ നമ്മുടെ കുട്ടനാട്ടിലൊന്നും അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ ആളെ കിട്ടാഞ്ഞിട്ട് വികാരിച്ചൻ വഴിയിൽ ഓടിച്ചിട്ട് പിടിച്ച് കൈക്കാരനാക്കുന്ന പള്ളികളൊക്കെയാണ് ഇപ്പം. പക്ഷേ ചില സ്ഥലങ്ങളിൽ അങ്ങനെയല്ല. മായി സഭയെ തരം താഴ്ത്തരുത് എന്നുകൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. സഭയെന്ന് പറയുന്നത് വെറും ഒരു ഭൗമിക യാഥാർത്ഥ്യമല്ല, അത് കർത്താവിൻ്റെ ശരീരമാണ്, ഈശോയുടെ ശരീരമാണ്. ശിരസ് നമ്മൾ സാധാരണ എങ്ങനെയാണല്ലോ, നമ്മുടെ ചിന്ത എന്താണോ അതിനനുസരിച്ചാണല്ലോ, അല്ലേ? വലത് കൈ പൊക്കാൻ നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയുമ്പോൾ നമ്മൾ വലത് കൈ പൊക്കും, വലത് കൈ താക്കാൻ പറയുമ്പോൾ താക്കും. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ശിരസ് കർത്താവാണെങ്കിൽ കർത്താവ് പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നവരുടെ സമൂഹമാണ് യഥാർത്ഥത്തിൽ സഭ. അതിനെ വെറും സമുദായമായി നമ്മൾ തരം താഴ്ത്തരുത്. രണ്ട്, സമൂഹത്തെ മനുഷ്യത്വവൽക്കരിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മളെയൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് തോന്നണം, ഇവർക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നു, ഇങ്ങനെ നന്മയിൽ ജീവിക്കാൻ പറ്റുന്നു, വിശ്വാസത്തിന് വേണ്ടി ഇത്ര തീക്ഷ്ണതയോടെ അവർക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുന്നു, അവരുടെ വിശ്വാസത്തെ പ്രതി ത്യാഗങ്ങൾ സഹിക്കാൻ. ഈ ലോകത്തിൻ്റെ ചില നേട്ടങ്ങളൊക്കെ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണെങ്കിൽ അതൊക്കെ വേണ്ടെന്ന് വയ്ക്കാൻ എങ്ങനെ ഈ ക്രൈസ്തവർക്ക്? ചിലപ്പം നമ്മളെ കാണുമ്പം ഉള്ള താല്പര്യം കൂടെ, സഭയോടുള്ള താല്പര്യം കൂടെ ആളുകൾക്ക് പോവുകയാണ്. അതായത് കൈക്കൂലി മേടിക്കുന്ന ആളുകളുടെ ലിസ്റ്റിൽ നമ്മുടെ ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലുള്ള അലിക്കുലുത്ത് പരിപാടികളുള്ളവരുടെയൊക്കെ ലിസ്റ്റ് നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചാൽ അറിയാം. ഞാൻ ചിലപ്പോൾ ആരാന്നൊക്കെ നോക്കും.
പക്ഷെ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള അധാർമിക പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വരുന്ന അവസരത്തിൽ എൻ്റെ വിശ്വാസത്തെ പ്രതി ഞാൻ വേണ്ടെന്ന് വെക്കുമ്പോൾ സമൂഹത്തിന് നൽകുന്ന ഒരു സാക്ഷ്യമുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ മനുഷ്യത്വവൽക്കരണം. ഈ രണ്ട് കാര്യങ്ങൾ ഈ ഒരു തിരുനാൾ ദിനത്തിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം പരിശുദ്ധ അമ്മ നമ്മയോട് പറയുന്നത് ഇതാണ്: ഈ ലോകത്തിൽ എല്ലാത്തിനെയും ഒതുക്കരുത്. ഈ ലോകത്തിനുള്ളിൽ ഒതുക്കുമ്പോഴാണ് ഇതൊക്കെ ചെയ്യാനുള്ള പ്രേരണകൾ നമുക്കുണ്ടാകുന്നത്. അവസാനമായി ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമ്മൾ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ നിന്ന് മനസ്സിലായി. വിശുദ്ധ തോമാസ് ലീഹ, നമ്മുടെ മാർത്തോമാ നസ്രാണികൾക്ക് വിശ്വാസ പൈതൃകം പകർന്നു തന്ന, വിശ്വാസം നൽകിയ മാർത്തോമാസ് ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം ഓർക്കുന്ന ദിവസം കൂടിയാണിത്. വിശ്വാസം എന്നതാണ് ഈ പറഞ്ഞ എല്ലാത്തിൻ്റെയും ഉത്തരം. നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കുമുള്ള അടിസ്ഥാനം വിശ്വാസമാണ്. വിശ്വാസമുള്ളിടത്താണ് ഇതെല്ലാം ഉള്ളത്. സഭയെ സഭയായി കാണാൻ പറ്റുന്നത്, ഈ ലോകത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതൊക്കെ വിശ്വാസമുള്ളിടത്താണ്. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് ശേഷം പരിശുദ്ധ പിതാവായ ആളാണ് നിങ്ങൾക്കറിയാം അല്ലേ? ആരാ? ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ. അതിനുശേഷമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയായത്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ വിശ്വാസത്തിൻ്റെ വാതിൽ എന്നൊരു അപ്പസ്തോലിക പ്രബോധനം പുറപ്പെടുവിച്ചു. അത് വിശ്വാസ വർഷം പ്രഖ്യാപിക്കാനാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. അത് ഇങ്ങനെയാണ് പറഞ്ഞത്: വിശ്വസിക്കുന്നതിൻ്റെ സന്തോഷവും വിശ്വാസം കൈമാറുന്നതിൻ്റെ ആവേശവും നിങ്ങൾ വീണ്ടും കണ്ടെത്തണം. അതിനുവേണ്ടിയാണ് അദ്ദേഹം വിശ്വാസ വർഷം പ്രഖ്യാപിച്ചത്. വിശ്വസിക്കുന്നതിൻ്റെ സന്തോഷവും വിശ്വാസം കൈമാറുന്നതിൻ്റെ ആവേശവും നമ്മൾ വീണ്ടും കണ്ടെത്തണം. അതായത് വിശ്വാസ കൈമാറ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? മാതാപിതാക്കൾ മക്കൾക്ക് വിശ്വാസം കൈമാറുന്നു. ആവേശമുണ്ടോ എന്നതാണ് ചോദ്യം. വിശ്വാസം കൈമാറുന്നതിൽ ആവേശമുണ്ട്. അതായത് നമുക്ക് വീട്ടിലൊരു കുഞ്ഞുണ്ട്. കുഞ്ഞുങ്ങൾ ദൈവദാനമാണെന്ന് നമ്മൾ പറയുന്നു. ഈ കുഞ്ഞിന് എനിക്ക് എൻ്റെ മാതാപിതാക്കൾ നൽകിയ വിശ്വാസം കൈമാറുന്നതിന് ആവേശമുണ്ടോ എന്നതാണ് ചോദ്യം. ആവേശമില്ല എങ്കിൽ അതിന് കാരണം എന്താണെന്ന് മാർപ്പാപ്പ പറയുന്നത് എന്താണ്? വിശ്വസിക്കുന്നതിൽ നമുക്ക് സന്തോഷമില്ല. വിശ്വസിക്കുന്നതിൽ സന്തോഷമുള്ളപ്പോഴാണ് വിശ്വാസം കൈമാറുന്നതിൽ ആവേശമുള്ളത്. അപ്പം നമ്മുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയോ? നമ്മൾ വിശ്വസിക്കുന്നതിനെക്കുറിച്ച്, നമ്മൾ ആരാധിക്കുന്നതിനെക്കുറിച്ച്, നമ്മൾ ദൈവാലയത്തിലെത്തി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഏതെങ്കിലുമൊക്കെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആളുകളുടെ ഒരു ഫോട്ടോ അവർ ശ്രദ്ധിക്കാതെ ഏതെങ്കിലും സമയത്തിലെടുക്കുക. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയ്ക്കിടയിൽ ഈ പ്രസംഗം കേൾക്കുകയോ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയോ ചെയ്യുന്ന ആളുകളുടെ ഫോട്ടോയും അവർ ശ്രദ്ധിക്കാത്ത സമയത്തെടുക്കുക. ഈ രണ്ട് ഫോട്ടോ നോക്കി എങ്ങനെ ഇരിക്കും? സിനിമ കാണുന്ന ആളുകളുടെ മുഖമെല്ലാം ഇങ്ങനെ ഇരിക്കത്തില്ല, ഇല്ലേ? പക്ഷേ പള്ളിയിലിരിക്കുന്നവരുടെ മുഖം ഇങ്ങനെ ഒരുമാതിരി ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കുന്നു നമ്മൾ കേട്ട്. അങ്ങനെ എന്തുകൊണ്ടാണ്? നമുക്ക് വിശ്വസിക്കുന്നതിൻ്റെ സന്തോഷമില്ലാതായി പോകുമ്പോഴാണ് ഇതിലുള്ള താല്പര്യങ്ങൾ കുറയുന്നത്. അതായത് പരമാവധി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് നമുക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളായിട്ട്, ഒന്നുകിൽ വൈകുന്നേരം എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ കുടുംബ പ്രാർത്ഥന, രാവിലെ എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ കുർബാന, അങ്ങനെയല്ലേ? നമ്മൾ കൂടുതൽ തിരക്കുള്ളപ്പോൾ വേണ്ടെന്ന് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളായി നമ്മുടെ കുടുംബ പ്രാർത്ഥനയും പരിശുദ്ധ കുർബാനയും ഒക്കെ മാറുന്നത് വിശ്വസിക്കുന്നതിൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്. വിശ്വസിക്കുന്നതിൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് നമ്മൾ വിശ്വാസം കൈമാറുന്നതിൻ്റെ ആവേശം നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് മാർ തോമാസ് ലീഹായുടെ ഒരു വാശി നമ്മൾ ഇന്ന് കണ്ടു അല്ലേ? ഞാൻ വിശ്വസിക്കുന്ന കാര്യത്തിൽ ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ പത്രോസും യോഹന്നാനും യാക്കോവും ഒക്കെ അതെല്ലാം കാണുകയും ഞാൻ മാത്രം കാണാതിരിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. കാരണം ഞാൻ മാത്രം കാണാതിരുന്ന എന്നാ സംഭവിക്കും? അങ്ങനെ കാണാതിരുന്നപ്പോൾ തോമാസ് ലീഹ മാത്രം ഈശോയെ കാണാതിരുന്നെങ്കിൽ എന്നാ സംഭവിച്ചാനെ? അപ്പോൾ ഞാനും മനോജനും ഒക്കെ റോമിൽ പോയി തിയോളജി പഠിച്ചവരാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ആൾക്കാർ എന്നാ പറയും നമ്മളോട്? ഞങ്ങളുടെ പത്രോസ് ലീഹ ഉദ്ധിതനായ മിശിഹായെ കണ്ടതാണ്, പക്ഷെ നിങ്ങളുടെ തോമാസ് ലീഹ മാത്രം കണ്ടില്ല എന്ന് പറയില്ല. നമുക്ക് അതിൻ്റെ നാണക്കേടില്ല, ഇല്ലേ? മാർത്തോമാ നസ്രാണികൾക്ക് മുഴുവൻ അതിൻ്റെ നാണക്കേടുണ്ടായനെ. പക്ഷെ അങ്ങനെ നമ്മുടെ വിശ്വാസത്തിന് യാതൊരു വിധത്തിലുള്ള കുറവും ഉണ്ടാകാൻ പാടില്ല. കണ്ടതുകൊണ്ട് നീ വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആരായി കാണാതെ വിശ്വസിക്കാനിരുന്നവർ? നമ്മളാണ്. മാർത്തോമാ സ്ലീഹായിലൂടെ കാണാതെ വിശ്വസിക്കാനിരുന്നവർ നമ്മളാണ്. നമ്മുടെ ഈ കാണാതെയുള്ള വിശ്വാസത്തിന് ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല എന്ന സ്ലീഹായുടെ വാശിയാണ് അന്ന് കർത്താവിനെ കാണണമെന്ന് അദ്ദേഹം വാശി പിടിക്കാനുള്ള കാരണം. അദ്ദേഹത്തിന് ആ സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലാണ് ആവേശത്തോടെ ആ വിശ്വാസം നമുക്ക് കൈമാറെത്തുന്നത്. നമുക്കും നമ്മുടെ പുതിയ തലമുറകളിലേക്ക് വിശ്വാസം കൈമാറാം. വിശ്വാസം കൈമാറുന്നത് എന്തിനാണ്? സഭയെ പടുത്തുയർത്താനും സമൂഹത്തെ മനുഷ്യത്വവൽക്കരിക്കാനും. ക്രൈസ്തവരുടെ സാന്നിധ്യം കൊണ്ട് സമൂഹത്തിൽ സന്തോഷമുണ്ടാവണം, സമാധാനമുണ്ടാകണം, ആനന്ദമുണ്ടാകണം. നമ്മുടെ അടുത്ത് ജീവിക്കുന്ന ആളുകൾക്കൊക്കെ ഇവരുടെ അടുത്ത് ജീവിക്കുന്നത് വലിയൊരു ഐശ്വര്യമായി തോന്നണം. അതാണ് യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ ജീവിതം.